ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നാം ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയപ്പെടുന്ന ഈ പ്രപഞ്ചം പരമസത്യമായിട്ടാണ് നമുക്ക് അനുഭവമാകുന്നത്. ഇത് അനുഭവിച്ചിരിക്കുമ്പോൾ ഈ ജാഗ്രത അവസ്ഥയിൽ നമുക്ക് ശബ്ദ സ്പർശ രൂപരസഗന്ധങ്ങളെ കൊണ്ട് അറിയുന്ന വിഷയങ്ങളെല്ലാം സത്യമാണ്. എന്നാൽ ഉള്ളുണർന്ന് പരമസത്യം ബോധിക്കുമ്പോൾ ഇതെല്ലാം ഒരു പ്രതിഭാസം മാത്രമാണ്. അതായത് മരീചിക പോലെ സൂര്യപ്രകാശം മണൽത്തരിയിൽ തട്ടി പ്രതിഭാസിക്കുന്ന ഒന്നാണല്ലോ അവിടെ തോന്നുന്ന ജലാശയം. ആ ജലാശയം പോലെ നമ്മൾ ഇന്ദ്രിയങ്ങളും മനസ്സും തമ്മിൽ സമ്മേളിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് ഈ ജഗത്ത് മുഴുവൻ. അത് സത്യം ബോധിക്കുമ്പോഴാണ് നമുക്കിത് മനസ്സിലാവുക. അതിനാൽ അനുഭവസ്ഥരായ എല്ലാവരും പറയുന്നത് ഉള്ളതായി തോന്നിപ്പിക്കും, തോന്നലിൽ ജീവിപ്പിക്കും, ഉള്ളുണർന്നറിയുമ്പോൾ ഉണ്മയില്ലിതിലേതും. ഇത് വളരെ വ്യക്തമാക്കി നമുക്ക് ഈ പരമസത്യം ബോധ്യപ്പെടുത്തി തരികയാണ്. ഉള്ളതായി തോന്നിപ്പിക്കും, ഇതെല്ലാം സത്യമായി നാം ഉറച്ചു വച്ചിരിക്കുന്നു. ഉള്ളതായിട്ട് തന്നെ നമുക്ക് തോന്നും. തോന്നലിൽ ജീവിപ്പിക്കും. ആ തോന്നൽ എന്താണോ ഇതൊക്കെ സത്യമാണെന്ന തോന്നൽ, അതുകൊണ്ട് ഇതാണ് എനിക്ക് സുരക്ഷയും സുഖവും തരുന്നത് എന്ന് ധരിച്ച് ഇവയെല്ലാം സ്വായത്തമാക്കാൻ വേണ്ടി അക്ഷീണ പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഓരോ മനുഷ്യനും ഇന്ന് ചെയ്യുന്നത്. ബിസിനസ്സിൽ കോടികൾ വാരിക്കൂട്ടിയ ഒരു മാന്യദേഹം, കണക്കിലധികം സമ്പത്തുണ്ടായി. അപ്പോൾ സുഹൃത്തുക്കളെല്ലാം പലതരത്തിൽ അകലേണ്ടി വന്നു, പലരെയും അകറ്റേണ്ടി വന്നു. അവസാനം താൻ പിടിക്കപ്പെടുമെന്നായപ്പോൾ സ്വയം വെടിവെച്ച് മരിക്കുകയും ചെയ്തു. ഇതാണ് അമിതമായ ഈ പ്രപഞ്ച വസ്തുക്കളോടുള്ള അഭിനിവേശം വളർന്നാൽ വരുന്നത്. ചിലർ സമ്പത്തിനാണെങ്കിൽ, ചിലർ ഭൂമിക്ക് വേണ്ടിയായിരിക്കും, ചിലർ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയായിരിക്കും, ചിലർ എല്ലാത്തിൻ്റെയും ഉടമ ഞാൻ ആണ് എന്ന അഭിമാനം ലഭിക്കുവാൻ വേണ്ടി മാത്രമായിരിക്കും. ഇങ്ങനെ പലതരത്തിൽ പലതും നേടാൻ അക്ഷീണ പ്രയത്നം ചെയ്യുന്നു ഓരോ മനുഷ്യനും. അവസാനം ഈ വസ്തുക്കളൊന്നും തന്നെ തനിക്ക് സഹായകമല്ല എന്ന് അന്തിമമായി ബോധ്യമാവുകയും ചെയ്യും. അതാണ് ഉള്ളതായി തോന്നിപ്പിക്കും, തോന്നലിൽ ജീവിപ്പിക്കും, ഉള്ളുണർന്നറിയുമ്പോൾ. തൻ്റെ ഉള്ള് ആ പരമസത്യവുമായി യോജിക്കുമ്പോൾ ഉള്ളുണർന്ന്, ഇപ്പോൾ നമ്മുടെ ഉള്ളെല്ലാം ഉറങ്ങിയാണിരിക്കുന്നത്. ആ ഉള്ള് നമ്മുടെ മനസ്സും ബുദ്ധിയും പ്രാണനെയും പ്രവർത്തിപ്പിക്കുന്ന ആ പരമചൈതന്യം ഉണർന്ന് അറിയുമ്പോൾ ഉണ്മയില്ലിതിനേതും. അപ്പോൾ ഇവയ്ക്കൊന്നിനും തന്നെ അല്പം പോലും ഉണ്മയില്ല, ഇവയെല്ലാം വെറും ജഡവസ്തുക്കളാണ് എന്ന് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. നമ്മുടെ ശരീരം ജഡമാണ്. ജഡമായിരിക്കുന്ന ഈ ശരീരം തന്നെയാണ് ഞാനെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എന്നാൽ ചൈതന്യവും ജഡവും രണ്ടും ചേരുമ്പോഴാണ്, അതായത് ദേഹിയും ദേഹവും ചേരുമ്പോഴാണ് ഒരു വ്യക്തി ഉണ്ടാകുന്നത്. ഒന്ന് മാത്രമായി നിലനിൽക്കുകയില്ല. ഊടും പാവും പോലെ ഒരു വസ്ത്രമുണ്ടാവണമെങ്കിൽ വിലങ്ങിനെയും കുത്തനെയും നൂലുകൾ കോർത്തുകൊണ്ടാണ് വസ്ത്രം നെയ്യുന്നത്. അപ്രകാരം ചൈതന്യവും
ജഡവും തമ്മിൽ ചേരുമ്പോഴാണ് ഈ പ്രതിഭാസങ്ങളെല്ലാം ഉണ്ടാവുന്നത്. അതിൽ ചൈതന്യത്തെ ചൈതന്യമായും ജഡത്തെ ജഡമായും കണ്ട് നാം ബോധിച്ച് ചൈതന്യവുമായി ആശ്രയിക്കുമ്പോൾ അതിൻ്റെ സുഖം നമുക്കനുഭവിക്കാം. എന്നാൽ ചൈതന്യത്തെ വിട്ട് ജഡത്തിൻ്റെ പിന്നാലെയാണ് പോകുന്നതെങ്കിൽ ജഡം നമുക്കനുഭവിക്കാൻ ലഭിക്കുകയുമില്ല. നിരാശയും ദുഃഖവും മാത്രമായിരിക്കും ഫലം. അതിനാൽ നാം വളരെ കാര്യക്ഷമമായി ചിന്തിച്ച് ഇവയിലൊന്നും ഭ്രമിക്കാതെ വേണം ജീവിക്കാൻ. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം സഫലമായി തീരുകയുള്ളൂ.